നമസ്കാരം. ഇന്ന് മാധ്യമങ്ങളുടെ തലക്കെട്ടായി വന്ന ഒരു വിഷയം, ഒരു ഇറാനിയൻ പൗരൻ പൗറിയ ഹമീദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 24 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ഓൺലൈൻ മീഡിയയുടെ മുമ്പിലിരുന്നു കൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു കഥയാണ് അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. ഏകദേശം 10 മിനിറ്റ് 44 സെക്കൻഡ് നീളുന്ന ഒരു വീഡിയോയാണിത്. അതിനകത്ത് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടുത്തെ മത റെജിമിനോട് സംസാരിക്കാൻ നിൽക്കരുത്, ചർച്ചയ്ക്ക് നിൽക്കരുത്, അവരെ ആക്രമിച്ച് പരാജയപ്പെടുത്തുക. കാരണം ഇറാനിലെ ജനങ്ങൾ അങ്ങേയറ്റം അടിമത്തത്തിലാണ് കഴിയുന്നത്. ഞങ്ങളെ നിങ്ങൾ രക്ഷിക്കുകയാണെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ തവണയുണ്ടായ ആ വിപ്ലവ പരിപാടികളിൽ ഏകദേശം 44,000 ആളുകളെ ക്രൂരമായി ഖമനേയിയുടെ IRGC വധിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പം നമ്മളുടെ ഹമാസിൻ്റെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ തന്നെയാണ് കൊന്നത്. മുസ്ലിങ്ങളുടെ വലിയ രക്ഷകൻ എന്ന് അവകാശപ്പെടുന്ന ഖമനേയിയാണ് ഈ കുട്ടികളും സ്ത്രീകളും യുവാക്കളും അടക്കമുള്ള 44,000 ആളുകളെ തെരുവിലിട്ട് IRGCയെ കൊണ്ട് ചവിട്ടി കൊല്ലിച്ചത് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ലോകത്തോട് പറയുന്നത് ഇതാണ്, നിങ്ങളൊന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ നിർബന്ധിക്കൂ, ഈ റെജിമിനെ ആക്രമിച്ച് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന അടിമത്തം അവസാനിപ്പിക്കാൻ എന്നാണ് പറയുന്നത്. ഇവരോട് ചർച്ച ചെയ്തിട്ട് കാര്യമേ ഇല്ല എന്നാണ് ഈ പൗറിയ ഹമീദി പറയുന്നത്. അതിനിടയിലൂടെ അമേരിക്കൻ ഷിപ്പുകൾക്ക് അമേരിക്കയിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. അത് ഇറാൻ തീരത്ത് നിന്ന് മാക്സിമം വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അപ്പം ഇറാൻ തീരത്തേക്ക് തീരെ അടുക്കരുത്, ഇറാൻ്റെ കടലുകളിൽ നിന്ന് പരമാവധി അകന്ന് മാത്രമേ ഇന്ത്യൻ ഓഷനിലൂടെ മൂവ് ചെയ്യുമ്പം, അറേബ്യൻ ഓഷനിലൂടെ മൂവ് ചെയ്യുമ്പം ഇറാൻ്റെ വാട്ടേഴ്സിലേക്ക് പ്രവേശിക്കാതെ പരമാവധി അകലത്തിലൂടെ വേണം സഞ്ചരിക്കാൻ എന്നൊരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അന്താരാഷ്ട്ര ഓയിൽ പ്രൈസിൽ വലിയ കുതിച്ചുചാട്ടവും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഉടനെ ഒരു അമേരിക്കൻ ആക്രമണം ഉണ്ടാവും എന്നാണ്. അതുകൊണ്ടാണ് ഓയിൽ പ്രൈസിൽ ആ ചാഞ്ചാട്ടം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി നാളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെത്തുന്നു, അമേരിക്കൻ പ്രസിഡന്റിനെ കാണുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ കൂടെ റീഡ് ചെയ്തിട്ടാണ് ഈ ഓയിൽ പ്രൈസിലുള്ള ഡിഫറൻസ് വന്നിട്ടുള്ളത്. അതിനിടയിലൂടെ വെസ്റ്റ് ബാങ്കിൽ, ഇസ്രായേലിൻ്റെ ഭാഗമായിട്ടുള്ള വെസ്റ്റ് ബാങ്കിൽ നമുക്കറിയാവുന്നതുപോലെ അത് 3 റീജിയനായിട്ട് തിരിച്ചിട്ടുണ്ട്. ABC. A എന്നുള്ളത് പാലസ്തീനികൾ മാത്രം താമസിക്കുന്ന സ്ഥലം, B എന്നുള്ളത് പാലസ്തീനികൾക്കും ഇസ്രായേൽക്കാർക്കും സ്വാതന്ത്ര്യമുള്ള സ്ഥലം, C എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർക്കും മാത്രം സ്വാതന്ത്ര്യമുള്ള സ്ഥലം. അപ്പം ഇസ്രായേൽക്കാർ സാധാരണ C എന്നുള്ളത് ഇസ്രായേൽ സെറ്റിലേഴ്സിന് മാത്രമുള്ളതാണ്. B എന്ന് പറയുന്ന ഏരിയയിൽ അവർ ധാരാളമായിട്ട് സെറ്റിൽ ചെയ്ത് അത് കൈപ്പിടിയിൽ ഒതുക്കുകയാണ് എന്നുള്ളതാണ് എപ്പോഴും അന്താരാഷ്ട്ര ചർച്ചയിലുണ്ടാകുന്ന ഒരു വിഷയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇസ്രായേൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമനുസരിച്ച് വെസ്റ്റ് ബാങ്കിൻ്റെ ഏത് ഭാഗത്തും ഇസ്രായേൽക്കാർക്ക് ഭൂമി വാങ്ങിക്കാം എന്നുള്ളതാണ്. അതായത് A റീജിയൻ പാലസ്തീനികൾക്ക് മാത്രമായി റിസർവ് ചെയ്ത ആ റീജിയണിലും ഇസ്രായേൽക്കാർക്ക് വില കൊടുത്ത് ഭൂമി വാങ്ങിക്കാനുള്ള സ്വാതന്ത്ര്യം ആ ബില്ല് വഴി അനുവദിച്ചിട്ടുണ്ട്. അപ്പം B റീജിയണിൽ ഓൾറെഡി അതുണ്ട്. C റീജിയൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇസ്രായേൽ പീപ്പിൾ, A റീജിയൻ എക്സ്ക്ലൂസീവ്ലി ഫോർ പാലസ്റ്റീനിയൻസ്, ആൻഡ് B റീജിയണിൽ ഇസ്രായേൽക്കാർക്ക് ഭൂമി വില കൊടുത്ത് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വില കൊടുത്ത് വാങ്ങി അവിടെ ധാരാളം സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കി പാലസ്റ്റീനികളെ ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അറബ് സമൂഹവും ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ വച്ചുണ്ടാക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പറയുന്നത് ഈ A റീജിയണിലും ഇസ്രായേൽക്കാർക്ക് ഭൂമി വാങ്ങിക്കാം, പാലസ്തീനുകൾ വിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇസ്രായേൽക്കാർക്ക് ഭൂമി വാങ്ങിക്കാം. അപ്പോൾ വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും അനലേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ അതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. ചില അറബ് രാജ്യങ്ങളും അതിനെതിരായി ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഇന്നലെ US-ലും നാളെ ഉള്ള US-ലെ നെതന്യാഹുവിൻ്റെ മീറ്റിങ്ങിൽ ഈ വിഷയം റൈസ് ചെയ്യണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന US-നോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അതെന്താണോ നടക്കട്ടെ. അപ്പോൾ ഇതിൽ ഇന്നലെ ഇക്കണോമിക് ടൈംസിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ആർട്ടിക്കിളിൽ അവർ പറഞ്ഞു വയ്ക്കുന്നത്, അമേരിക്കയുടെ യുദ്ധങ്ങളുടെ ലക്ഷ്യം പലതാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇറാനെ അങ്ങ് ആക്രമിച്ചിട്ട് അങ്ങ് പോവുക എന്ന് മാത്രമുള്ളതല്ല അമേരിക്കയുടെ ലക്ഷ്യം. നിശ്ചയമായിട്ടും അവിടുത്തെ പെട്രോളിയത്തിൻ്റെ മേലെ, ഇറാനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയത്തിൻ്റെ മേലെ, ലോകത്തിലെ ഏറ്റവും അധികം പെട്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 3ാമത്തെ രാജ്യമാണ് ഇറാൻ. അപ്പം അവിടുത്തെ പെട്രോളിയത്തിൻ്റെ മേലെ ഒരു നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളത് അമേരിക്കയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് എന്നുള്ളത് ഉറപ്പാണ്. നിശ്ചയമായിട്ടും അത് ചൈനയുടെ മേലെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയാണ്. ചൈന പ്രധാനമായിട്ടും പെട്രോളിയം വാങ്ങിച്ചിരുന്നത് വെനിസ്വേലയിൽ നിന്നും ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നുമാണ്. ഇപ്പം ഈ ഓയിലുകൾക്കെല്ലാം ഒരു മാർജിൻ വയ്ക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്.
വെനിസ്വേലൻ ഓയിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലായി. ഇനി ഒരു ഇറാൻ ഓയിലും കൂടി അമേരിക്കയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇക്കണോമിക് ടൈംസിലെ ഈ ആർട്ടിക്കിൾ പറയുന്നത് ഈ ഓയിൽ നിയന്ത്രിച്ചതുകൊണ്ട് ചൈനയെ നിയന്ത്രിക്കാനാവില്ല. കാരണം ചൈന ബാറ്ററി പ്രൊഡക്ഷനിൽ വളരെയേറെ മുൻപോട്ട് പോയിരിക്കുന്നു. അപ്പോൾ ചൈനയ്ക്ക് വാഹനങ്ങൾ ഓടിക്കാൻ ഓയിലിൻ്റെ ആവശ്യമില്ല. ഇലക്ട്രിക് കാറുകൾ അഥവാ ബാറ്ററി കൊണ്ടോടുന്ന കാറുകൾ കൊണ്ട് ചൈനയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്കറിയാവുന്നതുപോലെ ലോകത്തിൽ ഇന്ന് ഏറ്റവും വില പിടിച്ച അല്ലെങ്കിൽ ഏറ്റവും ഡിമാൻഡുള്ള കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഊർജ്ജമാണ്. ഊർജ്ജം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആയിട്ട് ഏറ്റവും റിഫൈൻഡ് ഫോം ഓഫ് എനർജി ഇലക്ട്രിസിറ്റിയാണ്. അതിൻ്റെ ഒരു ക്രൂഡ് ഫോമാണ് ഓയിൽ, കൽക്കരി എന്നൊക്കെ പറയുന്ന സാധനം. അപ്പം എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ സാധിക്കും? ബാറ്ററി ആണെങ്കിലും ചാർജ് ചെയ്താലേ ബാറ്ററി ഓടുള്ളൂ. അപ്പോൾ അതിന് ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. അപ്പോൾ ചൈനയിലെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും തെർമൽ പവർ സ്റ്റേഷൻസ് ഉപയോഗിച്ചിട്ടാണ്, കോൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ചൈനീസ് ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിൻ്റെ 61% കോളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും അധികം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന രാജ്യവും ചൈനയാണ്. ഈ കോളിൽ നിന്നുണ്ടാക്കുന്ന തെർമൽ പവർ എന്ന് പറയുന്നതാണ് ഏറ്റവും അധികം പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി. ലോകത്തിലെ ഏറ്റവും പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി കോളിനെ ആശ്രയിക്കുന്ന രാജ്യം ചൈനയാണ്. കാരണം ചൈനയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയൊരു കോൾ ഡെപ്പോസിറ്റ് ഉള്ള രാജ്യമല്ലെങ്കിൽ കൂടി ചൈനയുടെ ആവശ്യത്തിനുള്ള കോള് ചൈനയുടെ കയ്യിലുണ്ട്. നമുക്കറിയുന്നത് പോലെ കോള് ഏറ്റവും അധികം, ഈ കൽക്കരി ഏറ്റവും അധികം ഉള്ളത് US-ലാണ്. അപ്പം അതിൽ നിന്നാണ് ഒരു ഷെൽ ഓയിൽ അതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നീട് ഒരു 15% ലോകത്തിലെ മൊത്തം ഡെപ്പോസിറ്റ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ ഒരു 15% ഉള്ളത് റഷ്യയിലാണ്, 14% ഉള്ളത് ഓസ്ട്രേലിയയിലാണ്, 13% ചൈനയിലുണ്ട്, ഇന്ത്യയിലും 9% ഉണ്ട്. അപ്പം 9% എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഗതി അല്ല കേട്ടോ. നമുക്ക് പക്ഷേ അത്രയധികം തെർമൽ പവർ സ്റ്റേഷൻസ് ഇല്ല. ചൈനയെ സംബന്ധിച്ച് അവരുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ 61% ഒരു കോളിൽ നിന്നുണ്ടാക്കുന്നു. സോ ഇറ്റ് ഇസ് ഹൈലി പൊള്യൂട്ടിങ്. അപ്പോൾ അവർ ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഈ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അവർക്ക് ഓയിലില്ല, ഓയിൽ ഒട്ടുമില്ല. 18.3% വരെ ഓയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓയിൽ അവർ ഇമ്പോർട്ട് ചെയ്യുന്നതാണെന്ന് ഓർക്കണം. ബാക്കി അവരുടെ ഒരു 7.9% ഇലക്ട്രിസിറ്റി ജനറേഷൻസ് ഫ്രം നാച്ചുറൽ ഗ്യാസ്, അതും അവർ ഇമ്പോർട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടുവരുന്നതാണ്. പിന്നെ ഒരു 2.8% ന്യൂക്ലിയർ എനർജിയാണ് അവർ ഉപയോഗിക്കുന്നത്, ന്യൂക്ലിയർ പ്ലാന്റുകൾ. ഒരു 2.6% ഹൈഡ്രോയാണ്. ഒരു ബ്രഹ്മപുത്രയിലെ ഡാം കെട്ടുന്ന കാര്യമൊക്കെ നമുക്കറിയാം. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത് സോളാർ എനർജി, വിൻഡ് എനർജി എന്നൊക്കെ പറയുന്ന ഈ സാധനം ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്, ചൂഷണം എന്നുള്ള നെഗറ്റീവ് അർത്ഥത്തിലല്ല പറയുന്നത്, പോസിറ്റീവ് അർത്ഥത്തിലാണ്, ചെയ്യുന്നത് ചൈനയാണ്. അവരുടെ മൊത്തം എനർജി കൺസംഷനിൽ ഏകദേശം 13%, മൊത്തം എനർജി കൺസംഷൻ്റെ 13% അവർ സോളാർ എനർജിയിൽ നിന്നും വിൻഡ് എനർജി ഉണ്ടാക്കുന്നതാണ്. ലോകത്തിൽ ഈ ഒരു രാജ്യം മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർ അത്രയധികം ഗ്രീൻ എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേസമയത്ത് ഏറ്റവും കൂടുതൽ പൊള്യൂട്ട് ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വിഷയം അതല്ല. നമ്മൾ പറയുന്നത് ഈ ഓയിൽ എംബാർഗോ കൊണ്ട്, അല്ലെങ്കിൽ ഓയിൽ മൊത്തം ഇപ്പോൾ തന്നെ അമേരിക്കയുടെ കയ്യിൽ ഏകദേശം 75%-ലധികം ലോകത്തിലെ ഓയിലിൻ്റെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലാണ്. അപ്പോൾ ഈ ഇറാനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 85% മേലെ ഓയിലിൻ്റെ നിയന്ത്രണം, ലോകത്തിലെ ഓയിലിൻ്റെ നിയന്ത്രണം അമേരിക്കയാവും. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ വേണമെങ്കിൽ ചൈനയ്ക്ക് ഓയിൽ കിട്ടാതെ ശ്വാസം മുട്ടിക്കാൻ അമേരിക്ക സാധിക്കുമെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ശ്വാസം മുട്ടലിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാൻ സാധിക്കും എന്നുള്ളത് അവരുടെ നിരന്തരമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ചൈനയെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ വല്ലാതെ ചൈനയ്ക്ക് പുറത്തേക്ക് ഒരു യുദ്ധമായിട്ട് അവർ ഇറങ്ങാറില്ല. നേരെ മറിച്ച് അവരുടെ രാജ്യത്തെ എപ്പോഴും വെൽ എക്യുപ്ഡായി നിർത്തും. അതുകൊണ്ട് തന്നെ അവരെ ഭയമാണ് ആളുകൾക്ക്. അവരെന്താണ് അവരുടെ സീക്രട്സ് ആർക്കും അറിയാൻ പാടില്ല, അവർ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് അറിയാൻ പാടില്ല. അമേരിക്കയെ സംബന്ധിച്ച് അങ്ങേയറ്റം ഭീതിയുള്ള രാജ്യമാണ്. കാരണം അവരെപ്പോഴും അവരെ ആക്രമിക്കപ്പെട്ടേക്കും എന്നുള്ള ഭയത്തിൽ നിന്നും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി ലോകം മുഴുവൻ ഓടി നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇവർ സ്റ്റാർ വാഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമൊക്കെ ഉള്ളത്. ആകാശത്തിൽ പിന്നെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് സാറ്റലൈറ്റുകളിൽ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ എനർജി ബാരിയർ ഒരുക്കുന്നത് കൊണ്ട് മാത്രം ചൈനയെ പിടിച്ചു കെട്ടാനാവില്ല എന്നുള്ള ഒരു ഇംപ്രഷനാണ് ഈ പറയുന്ന ഇക്കണോമിക് ടൈംസ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ആസ് സച്ച് ഇന്നത്തെ നിലയിൽ ഓയിലിന് മേലെ ഉള്ള നിയന്ത്രണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഓയിലിന് മേലെ നിയന്ത്രണം കിട്ടിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഇന്നത്തെ നിലയിൽ ചൈനയെ പിടിച്ചു കെട്ടാൻ പറ്റും. പക്ഷേ ചൈനയ്ക്ക് അപ്പർ ഹാൻഡുള്ള മേഖലകളുണ്ട്. അത് റയർ എർത്ത് എന്ന് പറയുന്ന ഈ ബാറ്ററി പ്രൊഡക്ഷന് ഉപയോഗിക്കുന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള എലമെൻറ്റ്സ്, അതിൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് ചൈനയ്ക്കാണ്. ഏറ്റവും കൂടുതൽ റിഫൈനിങ് ടെക്നിക്ക് ഉള്ളത് ചൈനയ്ക്കാണ്. അതിന് റിഫൈനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങേയറ്റം പൊള്യൂട്ടിംഗ് ആണ്. ആ അങ്ങേയറ്റം പൊള്യൂട്ടിംഗ് ആയിട്ടുള്ള റിഫൈനിങ് ടെക്നിക്കുകൾ ചൈനയെ സംബന്ധിച്ച് ഒരു അറ്റ്മോസ്ഫിയർ പൊള്യൂഷൻ ഒന്നും കെയർ ചെയ്യുന്ന രാജ്യമല്ല.
മറ്റ് രാജ്യങ്ങളായിട്ട് അവർ ഇത്തരം കാര്യങ്ങളൊന്നും സഹകരിക്കില്ല. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പാരീസ് ഉടമ്പടിയിൽ നിന്നും US പിൻവാങ്ങിയത്. കാരണം ചൈന ഒരിക്കലും അനുസരിക്കില്ല, പിന്നെ ഞങ്ങൾ അതിനനുസരിക്കണം എന്നുള്ളതായിരുന്നു അന്ന് US ചോദിച്ച ഒരു ചോദ്യം. അപ്പോൾ ഈ പറയുന്ന റെയർ എർത്തിൻ്റെ ഒരു സാധ്യതയ്ക്ക് വേണ്ടിയാണ് ഉക്രൈനിൽ അമേരിക്ക കണ്ടു നട്ടിട്ടുള്ളത്. ഗ്രീൻലാൻഡിൽ അവർ നോക്കുന്നതിൽ ഒരു സംഗതി ഈ പറയുന്ന റെയർ എർത്താണ്. റെയർ എർത്ത് മാത്രമൊന്നുമല്ല, അവിടെ പ്രധാനപ്പെട്ട വിഷയം ഡിഫൻസ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള പല മേഖലകളുണ്ട്. ഇപ്പം നമ്മൾ ഈ ഇന്ത്യക്ക് ഏതാണ്ട് 50,000 കോടിയുടെ ഇമ്പോർട്ട്, ഈ 50,000 കോടിയുടെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എനർജി സെക്ടറിലാണ്. എനർജി സെക്ടർ എന്ന് പറഞ്ഞാൽ അത് ന്യൂക്ലിയർ എനർജിയാണ്. അപ്പോൾ ഇവിടെ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ആയിരിക്കണം അവരുടെ ലക്ഷ്യം. അത് ആസ് നെഗറ്റീവായിട്ടുള്ള കാര്യമൊന്നുമല്ല. പവർ ജനറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സാധനം ബൂസ്റ്റ് ചെയ്യുകയുള്ളൂ. പവർ എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഇൻഡെക്സിൻ്റെ ഒന്നാമത്തെ വിഷയമാണ്. എത്രത്തോളം നിങ്ങൾ പവർ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഇക്കണോമിക് ഇൻഡെക്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ പവർ ജനറേഷൻ ഒരു മോശം കാര്യമല്ല, നല്ല കാര്യമാണ്. അപ്പോൾ പവർ അല്ലെങ്കിൽ എനർജി, അതിനെ എങ്ങനെ തടഞ്ഞു വെക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം കൂടി ഈ ഇറാൻ യുദ്ധത്തിൽ വരുന്നുണ്ട്, നമ്മൾ ഓർക്കണം. അതിൽ ഈ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിൽ ചൈന ന്യൂക്ലിയർ എനർജി ആവശ്യത്തിന് വേണ്ടി, അഥവാ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടി 2.8% മാത്രമേ ആശ്രയിക്കുള്ളൂ. നേരെ മറിച്ച് അമേരിക്കയുടെയൊക്കെ പ്രധാനപ്പെട്ട ഇലക്ട്രിസിറ്റി സോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജിയാണ്. അവരുടെ ഫ്രാൻസിനെ സംബന്ധിച്ച് അവരുടെ 75% എനർജിയും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ എനർജിയിൽ നിന്നാണ്. അപ്പം ന്യൂക്ലിയർ എനർജി ഇപ്പോൾ ലോകത്തിൽ എനർജി ക്രൈസിസിനുള്ള ഒരേ ഒരു ഉത്തരം ന്യൂക്ലിയർ എനർജിയാണെന്ന് ഓർക്കണം. അപ്പോൾ യുറേനിയം ഡെപ്പോസിറ്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും അധികം യുറേനിയം ഡെപ്പോസിറ്റ്സ് ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ മൊത്തം ഉള്ള യുറേനിയം ഡെപ്പോസിറ്റിൻ്റെ 28% ഓസ്ട്രേലിയയിലാണ്. ഒരു 13% കസാക്കിസ്ഥാനിലുണ്ട്, 10% കാനഡയിലുണ്ട്, 8% റഷ്യയിലുണ്ട്, 8% നമീബിയയിലുണ്ട്, 5% നൈജറിലുണ്ട്, 5% ബ്രസീലിലുണ്ട്, 5% സൗത്ത് ആഫ്രിക്കയിലുണ്ട്, 4% ചൈനയിലുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് ആവശ്യമുള്ള യുറേനിയം ഡെപ്പോസിറ്റും 4% മതി. യുറേനിയം എന്ന് പറഞ്ഞാൽ ടൺ കണക്കിനൊന്നും ആവശ്യമില്ല, ആവശ്യമുള്ളത് മതി. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കസാക്കിസ്ഥാനാണ്. അപ്പം ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസ് മുഴുവൻ യുറേനിയം ഇമ്പോർട്ട് ചെയ്യുന്ന കസാക്കിസ്ഥാനിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുമാണ്. നമ്മൾ പ്രധാനമായിട്ടും യുറേനിയം പ്രൊക്യൂർ ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ്, ഒരു യുദ്ധം വരുമ്പം ഇതൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ എങ്ങനെ ഈ എനർജി റിക്വയർമെൻറ്റിനെ കർട്ടൈൽ ചെയ്ത് ചൈനയെ നിയന്ത്രണത്തിൽ നിർത്താം എന്നുള്ളൊരു ശ്രമവും ഈ അമേരിക്കയുടെ ലക്ഷ്യങ്ങളിൽപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിനൊരു ഓയിൽ എംബാർഗോ അല്ലെങ്കിൽ ഓയിൽ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് ചൈനയെ നിയന്ത്രണ പിടിയിലൊതുക്കുക, ചൈന ചാടിക്കയറി വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു സംഗതി കൂടി ഈ യുദ്ധത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക.